അസിസിയിലെ ഫ്രാൻസിസ് ഒരു ദിവസം തൻ്റെ തുണ സഹോദരനുമായി നടക്കുവാൻ പോകുമ്പോൾ പാടത്ത് പണി ചെയ്തുകൊണ്ടിരുന്നൊരു കർഷകൻ പാടത്ത് നിന്ന് കയറി വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളാണ് അസിസിയിലെ ഫ്രാൻസിസ്? അതെ എന്ന് മറുപടി പറഞ്ഞപ്പോൾ ആ കർഷകൻ പറഞ്ഞു, താങ്കളൊരു വിശുദ്ധനാണെന്നാണ് എല്ലാവരും പറയുന്നത്, അതുപോലെ ആയിരിക്കുക. ഒരു നിമിഷം ധ്യാനനിമഗ്നനായ ഫ്രാൻസിസ് തൻ്റെ സഹോദരൻ ലിയോയെ വിളിച്ചു പറഞ്ഞു, ബ്രദർ ലിയോ, താങ്കൾ കണ്ടുവോ? ദൈവം പാടത്തു നിന്ന് കയറി വന്ന് ഫ്രാൻസിസിനെ ഉപദേശിച്ച് മടങ്ങുന്നത് താങ്കൾ കണ്ടുവോ? പ്രിയരെ, ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അസാധാരണമായ മാർഗങ്ങളിലൂടെയും സ്ഥലങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും ഒക്കെയാണെന്നാണ് പലപ്പോഴും നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അല്ലെന്നേ, ദൈവം നിസ്സാരമായ സാഹചര്യങ്ങളിലൂടെയും നിസ്സാരരെന്ന് നാം കരുതുന്ന വ്യക്തികളിലൂടെയുമൊക്കെ നമ്മളോട് സംസാരിക്കും. നമ്മളൊന്ന് അവിടുത്തെ സ്വരത്തിന് കാതുകൊടുത്താൽ മതി. അതൊരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളാവാം, നമ്മുടെ സഹോദരങ്ങളാവാം, ഒരുപക്ഷെ നാം ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു കുഞ്ഞു കുട്ടിയിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കാം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ സ്വരത്തിനായി കാതോർക്കാമെന്നേ. ഗോഡ് ബ്ലെസ് യു.